നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് വൃത്ത പഠനത്തിന് സഹായിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട ചില കൃതികളാണ്. അലങ്കാര ശാസ്ത്രം പഠിച്ചപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ലീലാതിലകത്തെക്കുറിച്ച്. അവിടെ ലീലാതിലകം അലങ്കാര ശാസ്ത്രം, അതുപോലെ തന്നെ വൃത്ത പഠനം, വ്യാകരണം എന്നീ വിഭാഗങ്ങളിൽ ഒരു അടിത്തറയിട്ടൊരു കൃതി അല്ലെങ്കിൽ ആദ്യകാല കൃതി എന്ന നിലയിൽ പരിഗണിക്കുന്നതാണ്. 14ാം നൂറ്റാണ്ട് അതിൻ്റെ കാലഘട്ടം. മറ്റൊന്നാണ് കേരള കൗമുദി. അലങ്കാര ശാസ്ത്രത്തിൽ ഈ കൃതി പരിചയപ്പെടുത്തിയിരുന്നു. അവിടെ അലങ്കാര ലോകം എന്ന പേരിലായിരുന്നു. ഇവിടെ വൃത്താലോകം എന്ന പേരിലാണ്. കോവുണ്ണി നെടുങ്ങാടി കൃതിയാണിത്. 1875 ഇതിൻ്റെ ഒരു കാലഘട്ടം. വൃത്തമഞ്ചരി വൃത്ത പഠനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു കൃതി അല്ലെങ്കിൽ ഒരു അടിത്തറയുള്ളൊരു കൃതി എന്ന നിലയിൽ പ്രസ്തുതമായിട്ടുള്ള ഈ കൃതി രചിച്ചിട്ടുള്ളത് കേരള പാണിനി AR രാജരാജവർമ്മയാണ്. 1904 ഇതിൻ്റെ കാലഘട്ടം. ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും അപ്പൻ തമ്പുരാൻ്റെ കൃതിയാണിത്. വൃത്തശില്പം കുട്ടിക്കൃഷ്ണമാരാർ ഈ കൃതി രചിച്ചിട്ടുള്ളത്. 1952 വൃത്തശില്പം മാരാർ രചിച്ചിട്ടുള്ളത്. വൃത്തവിചാരം KK വാദ്യരുടെ കൃതി 1967 ഭാഷാ വൃത്ത ദീപിക 1972 P കുഞ്ഞികൃഷ്ണനാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. മലയാള വൃത്തചരിത്രം 1977 NV കൃഷ്ണവാര്യർ രചിച്ചിട്ടുള്ള എ ഹിസ്റ്ററി ഓഫ് മലയാളം മീറ്റർ എന്നതിൻ്റെ ആ കൃതി അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് മലയാള വൃത്തചരിത്രം. വൃത്തകൽപദ്രുമം 1983 TV മാത്യു രചിച്ചിട്ടുള്ള കൃതിയാണ് വൃത്തകൽപദ്രുമം. വൃത്തപഠനം നീലമ്പേരൂർ രാമകൃഷ്ണൻ നായർ കൃതി 1987 വൃത്തങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വൃത്ത പഠനത്തിന് സഹായിക്കുന്ന ഈ കൃതികളെല്ലാം HSA പോലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.